എല്ലാവർക്കും നമസ്കാരം. സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പല വിധത്തിലുള്ള സ്പിരിറ്റുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ നിരാശയുടെ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സ്പിരിറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിരാശ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മളുടെ ജീവിതത്തെ, നമ്മുടെ ഭൗതിക ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ, നമ്മളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും തകർത്ത് കളയുവാൻ പവർഫുള്ളായിട്ടുള്ള ഒരു സ്പിരിറ്റാണ് എന്ത്, ഈ നിരാശയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, ഈ നിരാശ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ജീവിതം ഫുള്ള് സ്റ്റക്കായി തീരുവാനിടയായിത്തീരും. എന്ന് വെച്ചാൽ നമ്മൾക്കൊരു വിധത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. നമ്മളുടെ ചിന്തകൾക്ക് പോലും കടിഞ്ഞാണിടുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റാണ് നിരാശയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഭയങ്കര ഡേഞ്ചർ സോണിലോട്ട് നമ്മളെ എത്തിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഈ നിരാശയുടെ സ്പിരിറ്റ്. ആക്ച്വലി നിരാശയുടെ സ്പിരിറ്റ് എപ്പോഴാണ് വർക്കൗട്ടായി തുടങ്ങുന്നത്? നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അല്ലേ? നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശകളൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലേക്ക് കടക്കുന്നത്, ഈ നിരാശ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, നമ്മുടെ ഉള്ളിലേക്ക് നിരാശ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സ്പിരിറ്റ് വർക്കൗട്ടാകും. ഓക്കെ, ഈ സ്പിരിറ്റ് എങ്ങനെ വർക്കൗട്ടാകുന്നു എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇനി ഒന്നുമില്ല, എല്ലാം അവസാനിച്ചു, ഇനി നമ്മൾക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയുന്നില്ല, ഞാൻ ഇത്രയും നാളും കടന്നു വന്ന വഴികളിൽ എനിക്ക് എവിടെയും എത്തുവാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നന്നായി പഠിച്ചിട്ട് നല്ലൊരു ഫ്യൂച്ചർ എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നല്ലൊരു ജോലി എനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ടായിട്ട് എനിക്ക് നല്ലൊരു വിവാഹം എനിക്ക് ഒത്തു കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കെല്ലാം ഉണ്ടായിട്ട് എൻ്റെ വിവാഹ ജീവിതം പരാജയമാണല്ലോ, അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെ എടുത്താൽ ഞാൻ ഇത്രയൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടും ആത്മീയ മേഖലയിൽ എനിക്കൊന്ന് ശോഭിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള നിരാശകളല്ലേ. ചിലർക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിരാശയായിരിക്കാം, ചിലർക്ക് ജോലി മേഖലകളിലെ നിരാശയായിരിക്കും. ഞാൻ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ട്, ഞാൻ ഇത്രയും ആത്മാർത്ഥതയോടെ ജോലി ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇവരെന്നെ ഒന്ന് പരിഗണിക്കാത്തത്, ഞാൻ ഇത്രയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എനിക്കൊരു നല്ല വാക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടാത്തത് എന്നൊക്കെയുള്ള ഒരു ഭയങ്കരമായൊരു ചിന്തകളൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് വരുമല്ലേ. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്നതോ, ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇനി അതും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഞാൻ ഒത്തിരി ഉപവസിച്ചു, ഞാൻ ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷേ എൻ്റെ ജീവിതത്തിന് ഒരു വിടുതൽ കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എനിക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ തലമുറകൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കുടുംബങ്ങൾക്ക്, കൂടപ്പിറപ്പുകൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ഭയങ്കരമായ ചിന്തകൾ നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ഇങ്ങനെ നിരാശയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിടുന്ന ഒരു സ്പിരിറ്റാണ് ഈ നിരാശയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ നിരാശയുടെ സ്പിരിറ്റ് ഡേഞ്ചറാണെന്ന് പറയുവാൻ കാരണം നിരാശ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് പതുക്കെ ഇതെന്ത് ചെയ്യും, നമ്മളെ അങ്ങ് കാർന്ന് തിന്നുവാൻ തുടങ്ങും. എന്ന് വെച്ചാൽ നമ്മളെ ഇതങ്ങ് ഭരിക്കുവാൻ തുടങ്ങും. ആ ഭരിക്കുന്നതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലാണ് നമ്മൾ ഡിപ്രഷനിലേക്കായി പോവുക എന്ന് പറയുന്നത്. ഓക്കെ, ഡിപ്രഷനിലോട്ടൊക്കെ നമ്മൾ ആയിപ്പോയി കഴിയുമ്പോൾ പിന്നെ എന്ത് തോന്നും, നമ്മൾക്ക് ഈ ജീവിതം തന്നെ വേണ്ട എന്ന് തോന്നും, ഈ ജീവിതം തന്നെ നമ്മൾക്ക് അവസാനിപ്പിച്ച് കളയാമെന്നൊക്കെ തോന്നും. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവനെ വരെ തകർത്ത് കളയുവാൻ, നമ്മളുടെ ആത്മാവിനെ വരെ ഹനിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സ്പിരിറ്റാണ് ഈ നിരാശയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം, നമ്മുടെ വിശുദ്ധ ബൈബിളിനകത്ത് ഇതിൻ്റെ ഒരു ഉദാഹരണം അവിടെ കിടപ്പുണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 21-ാം അധ്യായത്തിനകത്ത് കിടപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാരൊക്കെ കൂടി ആകെ നിരാശപ്പെട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇവർക്ക് 2 പ്രാവശ്യം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇവർക്ക് വെളിപ്പെടുകയൊക്കെ ചെയ്തു. എന്നിട്ട് പോലും ഇവർ വീണ്ടും നിരാശയിലേക്ക് പോയി ശിഷ്യന്മാർ. അപ്പോൾ നമ്മൾക്കറിയാം, പത്രോസിനെ ഞാൻ ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പത്രോസാണ് ഇവരുടെ കൂടെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രായപൂർത്തി ഒരാൾ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത്, പത്രോസിനോട് പറയുന്നുണ്ട്, എനിക്കും നിനക്കും വേണ്ടി പോയിട്ട് ടാക്സ് അടയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മൾക്കറിയാം, ആരാണ് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്നത്? റോമാക്കാരുടെ അധീനതയിലായിരുന്നു, അല്ലേ. അപ്പോൾ അവരെന്തായിരുന്നു, ആൾക്കാർക്ക് പോലും പ്രായപൂർത്തിയായവർ ടാക്സ് അടയ്ക്കണം എന്നുള്ളൊരു നിയമമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പത്രോസിനോട് യേശുക്രിസ്തു പറഞ്ഞത്, എനിക്കും നിനക്കും വേണ്ടി പോയിട്ട് ടാക്സ് അടയ്ക്കാൻ മതി, ബാക്കി ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞില്ല. കാരണം അവിടെ യേശുക്രിസ്തുവും പത്രോസുമായിരുന്നു പ്രായപൂർത്തിയായവർ, ബാക്കിയുള്ളവരൊന്നും പ്രായപൂർത്തിയായിട്ടില്ല എന്ന് നമ്മൾക്കവിടെ വ്യക്തമാകുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അതല്ലല്ലോ സബ്ജക്റ്റ്, നമ്മൾക്ക് അതിനകത്തോട്ട് വരാം. അപ്പോൾ ഈ പത്രോസ് ആണ് എഴുന്നേറ്റ് നിന്നിട്ട് ഇവരോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെ എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ എങ്ങോട്ട് വന്നു, നമ്മുടെ പഴയ ജോലിയായ ആ മീൻപിടുത്തം എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് വന്നു, യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് വന്നു. പക്ഷേ യേശുക്രിസ്തു ഇപ്പോൾ യേശുക്രിസ്തു
ക്രൂശീകരണം നടന്നിരിക്കുകയാണ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും ഈ പത്രോസിനും കൂടെയുള്ളവർക്കും എന്താണ്, അവർക്ക് ബലപ്പെടുവാൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ പഴയ തൊഴിലിലോട്ട് പോകുക, അതായത് പഴയ എൻ്റെ മീൻപിടുത്തത്തിലേക്ക് ഞാൻ പോകുക, കാരണം ജീവിക്കണമല്ലോ, ഞാൻ അതിനു വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂടെയുള്ള കുഞ്ഞു ശിഷ്യന്മാരല്ലേ, അപ്പോൾ അവർ പറഞ്ഞു, മൂത്തയാൾ പോകുമ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്, ഞങ്ങളും വരുവാന്ന് പറഞ്ഞിട്ട് ബാക്കി കുറച്ച് ശിഷ്യന്മാരും കൂടെ പത്രോസിൻ്റെ കൂട്ടത്തിൽ പോയി. അപ്പോൾ നമ്മുടെ യോഹന്നാനും ടീമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പോയി ആരുടെ കൂട്ടത്തിൽ, പത്രോസിൻ്റെ കൂട്ടത്തിൽ പോയിട്ട് തിബിരിയാസ് കടലിൽ പോയിട്ട് അവരെന്ത് ചെയ്യുവാണ്, മീൻ പിടിക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അവരുടെ ചെന്ന് മീൻ പിടിച്ചു, അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഓക്കെ, അവർ മീൻ പിടിക്കാൻ നോക്കിയിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. ആകെപ്പാടെ അവർ നിരാശയുടെ പടുകുഴിയിലേക്കായി എന്ന് വെച്ചാൽ അവർ വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു അവർ യേശുക്രിസ്തുവിനെ പിന്തുടർന്നത് അല്ലേ. യേശുക്രിസ്തുവിൻ്റെ കൂട്ടത്തിലോട്ട് അവർ സ്വന്തം വലയും വീടും എല്ലാം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ കൂടെ അവർ ഇറങ്ങിത്തിരിച്ചവരാ അല്ലേ. ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് വിചാരിച്ചു, ഞങ്ങളെ കൈവിട്ടിട്ട് ഞങ്ങളുടെ അരുമനാഥൻ പോയി, ഇനി ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ അനാഥരായി എന്ന് അവരവിടെ ചിന്തിച്ചപ്പോഴാണ് ഇവരെന്ത് തുടങ്ങിയത്, ഇനിയും ജീവിക്കണമല്ലോ, അതുകൊണ്ട് മീൻ പിടിക്കാനെങ്കിലും പോകാമെന്ന് വിചാരിച്ച് അവരിറങ്ങി. അപ്പോൾ അവർക്ക് തോന്നി, അങ്ങനെ ഞങ്ങളുടെ ജീവിതം നശിച്ചു, അപ്പോൾ ഇനി എന്താണ്, മീൻ പിടിച്ച് ജീവിക്കാമെന്ന് വെച്ചപ്പോൾ അവിടെയും രക്ഷയില്ല. ഓക്കെ, ആകപ്പാട് ഒരു നിരാശയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അന്ന് ഞങ്ങൾ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്, അന്ന് കിട്ടിക്കൊണ്ടുവരുന്നത്, ഇന്നാണ്ട മീൻ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ഭയങ്കര നിരാശയോടെ ഇവരിയ്ക്കും. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു, അവർ ചുമ്മാ ഇരിക്കുമല്ലായിരുന്നു. അവരെന്ത് ചെയ്തു, അവർ രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ അവർക്കറിയാവുന്നത്, കാരണം അവരുടെ കുലത്തൊഴിലാണ് അതല്ലേ. അപ്പോൾ അവർക്കറിയാവുന്ന ട്രിക്കുകളൊക്കെ അവർ ഉപയോഗിച്ചു, എല്ലാ ട്രിക്കുകളും ഉപയോഗിച്ചു, അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ഉപയോഗിച്ചു. എന്നിട്ട് അവർ മീൻ പിടിക്കാൻ നോക്കിയിട്ട് ഒരൊറ്റ കുഞ്ഞു മീൻ പോലും ഇവർക്ക് കിട്ടിയില്ല. അങ്ങനെ അവരാകപ്പാടെ നിരാശയും വിശപ്പും ദാഹവും ഒക്കെ കൂടെ അവർ ആകപ്പാടെ വലഞ്ഞിരിക്കുകയാണ്. നേരെ വെളുക്കുകയും ചെയ്തു. അപ്പോഴാണ് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ കടൽക്കരയിൽ ഒരാളവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആരാ, ഇവരെ ഇറക്കിക്കൊണ്ട് വന്ന ദൈവം അല്ലേ. ആ ദൈവം നമ്മളെയും ഇറക്കിക്കൊണ്ട് വന്ന ദൈവം തന്നെയാണ്. ആ ദൈവം നമ്മളെ എന്ത് ചെയ്യത്തില്ല, വഴിയിൽ നമ്മളെ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. അതാണ് ദൈവത്തിനെ നമ്മൾക്ക് അവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, ദൈവം എന്ത് ചെയ്തു, ശിഷ്യന്മാരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല കർത്താവേ. അങ്ങനെയല്ല പറഞ്ഞു, അവർക്ക് കർത്താവാണെന്ന് മനസ്സിലായില്ല. പക്ഷെ അവരെന്ത് പറഞ്ഞു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് തന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു, എന്താണ്, നിങ്ങളുടെ വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞു. അപ്പോഴും അവർക്ക് ഡൗട്ടാണ്, കാരണം ഈ ഇടതും വലതും മുന്നിലും പുറകിലൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തതാണ്, ഞങ്ങൾ വല ഇറക്കിയത്, എന്നിട്ടൊന്നും ഈ രാത്രി മുഴുവൻ ഇത് തന്നെയല്ലായിരുന്നു പരിപാടി, എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലെന്നേ. അതൊക്കെയാണ് അവരുടെ മനസ്സിലെ ചിന്തകൾ. ഓക്കെ, എനിവേ എന്തായാലും പറഞ്ഞതല്ലേ എന്ന് കരുതി ഇവരെന്ത് ചെയ്തു, വലതുവശത്തേക്ക് നോക്കി വലയിറക്കിയപ്പോൾ എന്താണ്, അവർക്ക് വലിയ മീൻകൂട്ടത്തെ അവരുടെ വലയിൽ അകപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, ഇന്നലെ മുഴുവൻ ഇവിടെയെല്ലാം ഞങ്ങൾ തിരഞ്ഞതാ, എന്ത് പറ്റി, കിട്ടിയില്ല. എന്നിട്ട് വേണ്ട ഇപ്പം കർത്താവ് പറഞ്ഞപ്പോൾ ഞങ്ങൾ വലയിറക്കിയപ്പോൾ അവർക്ക് കർത്താവെന്ന് അന്നേരം മനസ്സിലായില്ല കേട്ടോ. എന്നിട്ട് ഇവരുടെ വലയിൽ മീനങ്ങ് നിറഞ്ഞു, ഭയങ്കര മീനങ്ങ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് എന്ത് ചെയ്തു, ഇവർക്ക് തന്നെ വലിച്ചു കയറ്റാൻ വരെ പറ്റാത്ത വിധത്തിലുള്ള മീൻ നിറഞ്ഞു അതിനകത്ത്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി. അപ്പോൾ യോഹന്നാനാണ് ആരോട് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, ഇത് നമ്മുടെ കർത്താവാന്ന് പറഞ്ഞു. കാരണം നമ്മളിവിടെ എല്ലാ ട്രിക്കുകളും പ്രയോഗിച്ചതല്ലേ. എന്നിട്ട് ഒരൊറ്റ മീൻ കുഞ്ഞു പോയിട്ട് ഒരൊറ്റ എണ്ണം നമ്മുടെ ഇതിനകത്ത് കയറിയോ ഇല്ല. പക്ഷേ ഇപ്പം വേണ്ട, നമ്മൾക്ക് ഇഷ്ടം പോലെ മീനെ കിട്ടിയിരിക്കുക. ഇതാരെയും കൊണ്ടേ സാധിക്കത്തുള്ളൂ, നമ്മൾ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിനെയും കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ ദൈവമാണിത്, ഇത് കർത്താവാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് പത്രോസിനും എന്തായത്, ബോധം വീണത്. അപ്പോൾ പത്രോസ് എന്ത് ചെയ്തു, ഞാൻ നഗ്നനാണല്ലോ എന്ന് പറഞ്ഞ് പത്രോസ് വേഗം വെള്ളത്തിലോട്ട് എടുത്ത് ചാടിയെന്ന് കാണുന്നുണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മീനെക്കുറിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കനലിൽ എന്തുണ്ട്, അപ്പവും മീനും ഒക്കെ ഇരിക്കുന്നത് ഇവർ കാണുകയും ഇവരെ വിളിച്ച് ഇവരോട് പ്രാതൽ കഴിക്കുവാൻ കർത്താവ് പറയുകയും ചെയ്തു അല്ലേ. ആദ്യം എന്ത് ചെയ്യണം, ഇവരുടെ വിശപ്പ് മാറ്റുക ചെയ്തതല്ലേ, അല്ലാതെ അവരോട് അവിടുന്ന് വലിയ വർത്താനം ഒന്നും ദൈവം പറയാൻ പോയില്ല. ദൈവം എന്താ പറഞ്ഞ്, കുഞ്ഞുങ്ങളെ വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അല്ലേ. അപ്പം അവർ വന്നിട്ട് എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചവർ തൃപ്തിയായി. അവരുടെ ദാഹവും അവരുടെ വിശപ്പും അവരുടെ ക്ഷീണവും ഒക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്ത് ചെയ്തത്, പത്രോസിനോട് ചോദിച്ചു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പിന്നെ ചോദിച്ചു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ചോദിച്ചു അല്ലേ. അവസാനം 3-ാമത്തെ പ്രാവശ്യം ചോദ്യത്തിന് പത്രോസിന് മനസ്സിലായി, എന്തോ ദൈവം ഉദ്ദേശിക്കുന്നത് എനിക്ക് കുറവുണ്ട് എന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ പത്രോസ് പറഞ്ഞു, ദൈവമേ, അങ്ങ് എല്ലാം അറിയുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും എൻ്റെ അവസ്ഥയെല്ലാം അങ്ങ് അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവനെ ശരിക്കും മനസ്സിലാക്കിയ കർത്താവാണല്ലേ. കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കൂടത്തിലുള്ളത് എന്താണ്? കുഞ്ഞാടുകളാണ്. കാരണം അവരാണല്ലോ എന്ത് ചെയ്തത്, ഞങ്ങളും പോരുവാന്നും പറഞ്ഞുകൊണ്ട് വലയും എടുത്തിട്ട് കൂടത്തിൽ പോകുന്നവരെ. എന്ന് വെച്ചാൽ പത്രോസെ, നീ വീണു പോയാൽ ഇതുങ്ങളുടെ കാര്യവും കഷ്ടമാകും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കണം. എന്ന് വെച്ചാൽ ഇവരെ മേയ്ക്കണം. ഇനി ഞാൻ കുറേ കുഞ്ഞാടുകളെ തരാൻ പോകും. അപ്പം അവരെയൊക്കെ നീ എന്ത് ചെയ്യണം? മേയ്ക്കണമെന്ന് ഇതിൻ്റെ മുതിർന്നവനായ പത്രോസിനോട് ദൈവം അങ്ങ് പറഞ്ഞു. അപ്പോൾ നമ്മൾക്കറിയാം അവിടെ എന്താണ് പത്രോസിൻ്റെ പിന്നത്തെ അവരോട് പിന്നെ പറയുന്നു, അവർ എന്താ പറയുക, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് അവർ ശക്തി പ്രാപിച്ച് യെരുശലേമിൽ നിന്ന് അവർ പിന്നെ ശുശ്രൂഷ ആരംഭിക്കുന്നതൊക്കെ നമ്മൾക്ക് കാണാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ നിരാശ എന്ന് പറയുന്ന സ്പിരിറ്റാണ്. നിരാശയുടെ സ്പിരിറ്റ് എവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചു? അവരെ ഇട്ടിട്ട് പോന്ന അങ്ങോട്ട് തന്നെ അവരെ കൊണ്ടുവന്ന് എത്തിച്ചു. അവിടെ എത്തിച്ചിട്ടും അവർക്ക് എന്ത് കിട്ടിയില്ല? രക്ഷ കിട്ടിയില്ല. രക്ഷ കിട്ടാതെ അവരെ അങ്ങ് തകർത്ത് കളയാനായിരുന്നു പിശാച് നോക്കിയത് കേട്ടോ, ആ നിരാശയുടെ സ്പിരിറ്റ് നോക്കിയത്. പക്ഷേ അപ്പോഴത്തേനും അരുമനാഥൻ അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. ഓക്കെ, അപ്പോൾ ഓർക്കുക, നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മളും നിരാശയുടെ പടുകുഴിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ വിചാരിക്കും, ദൈവമേ, ഞാൻ എല്ലാം ഇട്ടെറിഞ്ഞ് ഞാൻ അങ്ങേ അനുഗമിക്കുവാൻ വന്നില്ലേ, ഞാൻ ഈ പെന്തക്കോസ്തലോട്ട് വന്നില്ലേ, ഞാൻ അങ്ങേ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടില്ലേ, മറ്റുള്ളവരുടെ നിന്ദയും മറ്റുള്ളവരുടെ ഒറ്റപ്പെടുത്തലുകളും എല്ലാം സഹിച്ച് ഞാൻ വന്നില്ലേ കർത്താവേ, എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, ഞാൻ ഇപ്പം നിരാശനായിട്ടിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്മാറ്റത്തിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നവരുണ്ട് അല്ലേ. പിന്മാറ്റത്തിലേക്ക് പോയാൽ അവിടെ നിന്നും രക്ഷ കിട്ടത്തില്ല എന്നുള്ളതാണ് ഈ വചനഭാഗത്ത് നമ്മൾക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ആര് പ്രത്യക്ഷപ്പെടും? നമ്മുടെ അരുമനാഥൻ പ്രത്യക്ഷപ്പെടും എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമ്മൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നിരാശകളെ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം. ഓക്കെ, നമ്മൾ എന്തിനായിരുന്നു നിരാശപ്പെട്ടത്? ഓക്കെ, അപ്പോൾ ആ നിരാശ ഏതിനായിരുന്നു എന്നുള്ളതൊക്കെ അറിയുന്ന ഒരു ദൈവം നമ്മളുടെ ആ നിരാശകളെയൊക്കെ എടുത്തു മാറ്റുവാൻ ഇടയായിത്തീരും. ഓക്കെ, എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. നമ്മൾ ഈ നിരാശ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയത്തില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വരുമ്പോഴാണല്ലോ നമ്മൾ പിന്മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മൾക്ക് ചെയ്ത നന്മകൾ, ദൈവം നമ്മളെ താങ്ങിയത്, നമ്മൾ ഒറ്റപ്പെട്ടപ്പോൾ, നിന്ദിക്കപ്പെട്ടപ്പോൾ, ആരും നമ്മളുടെ കൂടെ ഇല്ലാതിരുന്ന സമയത്ത്, ആരും നമ്മളെ മനസ്സിലാക്കാതിരുന്ന സമയത്തൊക്കെ നമ്മളെ താങ്ങിയ ദൈവത്തിൻ്റെ കരുണ നമ്മൾ ഓർക്കണം. ഓക്കെ, പിന്നെ അതിനാണ് പറയുന്നത് വചനവും നമ്മൾ വായിക്കുവാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ വായിച്ചേതെങ്കിലും വചനങ്ങൾ നമ്മളുടെ ആ ഒരു സെക്കൻഡിലേക്ക് ദൈവം നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുത്തരും. അപ്പോൾ വചനമൊക്കെ ഏറ്റെടുത്ത് നമ്മൾ ശക്തി പ്രാപിക്കുവാൻ തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ നമ്മൾ ഏറ്റെടുക്കണം. കാരണം ഒരിക്കലും വിളിച്ചിറക്കിയ ദൈവം എന്താണ്? നമ്മളെ പാതി വഴിയിലിട്ടിട്ട് പോകത്തില്ല കേട്ടോ. അത് ദൈവം നമ്മൾക്ക് തരുന്ന വലിയൊരു വാഗ്ദത്തമാണ്. കാരണം നമ്മളെ വിളിച്ചിറക്കിയത് ആരാണ്? വിളിച്ചിറക്കിയവൻ അറിയാം നമ്മളെ എവിടെ എത്തിക്കണമെന്ന്. കാരണം ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ചും കൺസേൺ ഉണ്ട്. ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. ഓക്കെ, ആ പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ നിരാശയിലേക്ക് തള്ളിവിടുന്ന ദൈവമല്ല. നിരാശപ്പെടുന്ന അനുഭവങ്ങൾ, സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരും. പക്ഷേ അതൊന്നും എൻഡിങ് അല്ല. നമ്മളുടെ ആ ഒരു നമ്മളുടെ നിരാശയുടെ ആ ഒരു എക്സ്ട്രീം ലെവലിൽ നമ്മൾ എത്തി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. നമ്മളെ ബലപ്പെടുത്തി നമ്മളെ മടക്കി കൊണ്ടുവരും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ നിരാശ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമ്മളതിനെ എന്ത് ചെയ്യണം? എതിർക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർക്കണം. ദൈവം നമ്മൾ ഏതൊക്കെ വിഷയങ്ങളിലൂടെ പോയപ്പോഴാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നതല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവന്നത്. അതൊക്കെ നമ്മൾ ഓർക്കണം. ദൈവം നമ്മൾക്ക് തന്ന നന്മകൾ, ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, വചനം എല്ലാം നമ്മൾ ഓർത്ത് ആ നിരാശയുടെ സ്പിരിറ്റിനെ നമ്മളുടെ ഉള്ളിൽ നിന്ന് എന്നേക്കുമായി അകറ്റിക്കളയുവാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ഇത്രയും നാൾ അല്ലേ, 3.5 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ആ നിരാശയിലേക്ക് പോയി, പിന്മാറ്റത്തിലേക്ക് പോയതല്ലേ. അപ്പോൾ മനുഷ്യനാണ്, നമ്മളുടെ ജീവിതത്തിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ നമ്മൾ തകർന്നു പോകാതെ നമ്മളെ മടക്കി വിളിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മറക്കാതിരിക്കുക. ഈ നിരാശ നമ്മളുടെ ഉള്ളിലേക്ക്
കടന്നു കൂടുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തതൊക്കെ നമ്മൾ ഓർത്തും ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല. ഓക്കെ, നമ്മൾക്കറിയാം ഈ നിരാശയുടെ സമയങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾക്കറിയാം ആരും നമ്മളെ ആശ്വസിപ്പിക്കാനൊന്നും കാണത്തില്ല. നമ്മൾക്കെതിരെ പറയാനേ ഉണ്ടാകത്തുള്ളൂ, അല്ലേ? നമ്മളോട് നെഗറ്റീവ് പറയാനേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മനുഷ്യന്മാരാരുമല്ല നമ്മൾക്ക് രക്ഷ തരുന്നത്. രക്ഷ തരുന്നത് ആരാണ്? ദൈവമാണ് നമുക്ക് രക്ഷ തരുന്നത്. ആ ദൈവത്തിന് മാത്രമേ നമ്മളുടെ നിരാശകളെ എടുത്തു മാറ്റുവാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മളുടെ ഒരു നിരാശയുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കൂടെയുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരോ നമ്മുടെ കൂട്ടുകാരോ കുടുംബക്കാരോ ആരും നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കത്തില്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അവരെന്ത് ചെയ്യും? അവരും നമ്മളെ ചിലപ്പോൾ പഴി ചാരുകയായിരിക്കും, അല്ലെങ്കിൽ അയ്യോ എന്താണ് നിൻ്റെ അവസ്ഥ എന്നൊക്കെ ഓർത്ത് നമ്മളോട് ഇങ്ങനെ സഹതപിക്കാനേ അവർ നിൽക്കത്തുള്ളൂ. എന്നാൽ നമ്മുടെ അരുമനാഥൻ അങ്ങനെയല്ല. അരുമനാഥൻ വന്ന് നമ്മളുടെ അവസ്ഥ കണ്ട് നമ്മൾക്ക് വേണ്ടുന്നത് തന്ന് അതിൽ നിന്ന് നമ്മളെ വിടുവിച്ചെടുക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക. നമ്മളുടെ വിശപ്പ് മാറ്റുന്ന, ദാഹം മാറ്റുന്ന, നമ്മളുടെ രോഗാവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിന് മാത്രമേ നമ്മളെ വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ഓർക്കുക. അതുകൊണ്ട് ആ ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള ശക്തി ദൈവം നമ്മൾക്ക് തരട്ടെ. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.